ഒരിടത്തൊരിടത്ത് ഒരപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്നു. വലിയ കാട്ടിലവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. രാത്രിയാകുമ്പോൾ ഭീതി ഉണർത്തുന്ന ആ കാട്ടിൽ. ഭീതി എന്നാലേ പേടിയാ മോളെ. നിനക്കൊന്നും പഠിക്കാനില്ലേ? ചുമ്മാ അമ്മ പറയുന്ന ഓരോ മണ്ടത്തരങ്ങൾ കേട്ടിരിക്കുക. പോയിരുന്നു പഠിക്ക്. പോ മോളെ. അമ്മയ്ക്ക് വേറെ ഒരു പണിയുമില്ലേ? ഓരോ കഥകൾ പറഞ്ഞ് കുട്ടിയെ ചീത്തയാക്കാൻ. വയസ്സായാലേ മിണ്ടാതൊരിടത്തിരിക്കണം. നാശം. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. കുട്ടിയോട് ഓരോ അനാവശ്യ കഥ പറഞ്ഞു കൊടുത്ത് ചീത്തയാക്കുക. എന്ത് ചെയ്യാനാ, വയസ്സാം കാലത്ത് ഓരോരോ ഭ്രാന്തുകൾ. വല്ല വൃദ്ധസാനത്തിലും കൊണ്ടാക്കണം. എന്നിട്ട് വേണം ഞാനാണ് കാരണക്കാരി എന്ന് പറഞ്ഞ് അവരെന്നെ പ്രാകാൻ. ഞാൻ പിന്നെന്ത് വേണമെന്നാ നീ പറയണേ? പറഞ്ഞ് മനസ്സിലാക്കാന്ന് വിചാരിച്ചാൽ തള്ളക്ക് വെളിയും വെള്ളിയാഴ്ച ഇല്ല. നാളെ ആവട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇപ്പം നീ കിടന്നുറങ്ങ്. നാളെ നിങ്ങളുടെ പെങ്ങള് കെട്ടിയെടുക്കും. നീ അതുകൂടെ സഹിക്കണം. അച്ഛൻ്റെ ആണ്ടല്ലേ, അവൾ വന്നാലും നീ ഒന്നും മിണ്ടാ നിൽക്കണ്ട. മാളു, മാളു, അമ്മ എന്താ ഇവിടെ ചെയ്യണ? അമ്മയുടെ അടുക്കളയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളതല്ലേ? ലക്കും ലകാനില്ലാണ്ട് ഓരോന്ന് വലിച്ചു വരി കറിയിലിടും. വായിൽ വെക്കാൻ കൊള്ളാത്ത പരുവത്തില്. അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ആ റൂമിൽ പോയി ഇരുന്നൂടെ? ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത് നിങ്ങളുണ്ടായിരുന്ന ആ കാലം എത്ര വലിയ ശക്തിയായിരുന്നു എന്ന്. ഇപ്പോ നമ്മുടെ മകൻ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നെ വേദനിപ്പിക്കുന്നു. എന്നെ കേൾക്കാൻ ആരുമില്ല. ഒറ്റപ്പെടൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു വേണുവേട്ട. മടുത്തു. നിങ്ങൾ ഭാഗ്യവാനാണ്. മരണം മനുഷ്യനെ ശരിക്കും രക്ഷപ്പെടുത്തും. ഉറങ്ങിക്കോളൂ, സുഖമായി ഉറങ്ങിക്കോളൂ. ബാലുവേട്ടാ, ബാലുവേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ദേ ഇത് നോക്കിക്കേ.
നിങ്ങളുടെ അമ്മ ചെളി മൊത്തം ചവിട്ടി കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എന്തി കാണിച്ചു വെച്ചേക്കണേ? വീടിന് പുറത്തിറങ്ങുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് എന്തിന്റെ കടാണ് തള്ളേ? തിന്നാൻ കിട്ടുന്ന വിഴുങ്ങി ഒരു മൂലയ്ക്ക് പോയിരുന്നാ പോരെ. ഇനി അധികാലൊന്നും ഇല്ലല്ലോ. ഞങ്ങൾക്കൂടെ കുറച്ച് സമാധാനത്തോടെ ജീവിക്കണം. ഒന്നാമത് 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതിന്റെ ഇടയിലാണ് നിങ്ങളിങ്ങനെ ചാവാണ്ട് കിടക്കണത്. തീരെ സഹി കേട്ടാ തല്ലുകൊന്നു വല്ല പുഴയിലും താത്ത് ഞാൻ. മനസ്സിലായാ? ഉറങ്ങുമ്പോ പൊന്നിന് ഏത് കഥ കേൾക്കണം? അപ്പൂപ്പന്റെയും അമ്മൂമ്മേരെയും കഥ. ഒരിടത്തൊരിടത്ത് ഒരപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. എന്റെ മോന് അമ്മ ഉണ്ടാക്കുന്ന ഏത് കറിയാ ഇഷ്ടം? മാമ്പഴ പുളിശ്ശേരി. അപ്പ അമ്മ പറയുന്നത് എന്റെ പൊന്നുമോൻ കേൾക്കണം. പുറത്തു പോയി ചെളി ചവിട്ടി അകത്ത് കൊണ്ട് കയറ്റരുത്.